രണ്ടാമത്തെ എപ്പിസോഡ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേയായിട്ട് ഈ ഒരു അവന്തിയുടെ അടുത്ത് വീണ്ടും ഒന്ന് വന്ന് നോക്കിയാൽ ഗൾഫല്ലേ വീട്ടിലേക്ക് എന്തായാലും കയറൂല. നമുക്ക് ഡീറ്റെയിൽസ് പറയാം. ബാ നമുക്ക് ഓഡി തുടങ്ങാം. ഓഡിയുടെ കുറച്ച് വണ്ടികളുണ്ട്. ഓഡി ഒരു ഫസ്റ്റ് തന്നെ ഒരു ബെൻസിൻ്റെ മോഡൽ CLA ഇവിടെ കിടക്കുന്നുണ്ട്. CLA റെഡ് കളർ ഗുജറാത്ത് വണ്ടിയാണ്. CLA 200D 2017 മോഡൽ 17,90,000 രൂപയാണ് അവർ ആസ്കിംഗ് റേറ്റ് വരുന്നത്. വണ്ടി ഓൾമോസ്റ്റ് നോക്കുകയാണെങ്കിൽ ബോഡി വൈസ് ഒന്നും യാതൊരു പ്രശ്നമില്ല. അത്യാവശ്യം നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. പനോരമിക് സൺറൂഫ് വരുന്നുണ്ട്. ടയർ ഭാഗങ്ങളൊക്കെ ഒരു 80% വരുന്നുണ്ട്. ഡീറ്റെയിൽ ഉള്ള കാര്യങ്ങൾ അറിയണമെന്ന് ഇവരെ നമ്പർ ഞാൻ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എല്ലാ കാര്യങ്ങളും ഓണർഷിപ്പ്, കിലോമീറ്റർ, സർവീസ് ഹിസ്റ്ററി ഉണ്ടോ, സ്പെയർ കീ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വണ്ടി വാങ്ങുന്ന അടുത്തൊരു ഘട്ടത്തിലേക്ക് നിങ്ങൾക്ക് കിടക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോക്കകത്ത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചതുപോലെ തന്നെ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുള്ളൂ. ഇന്ന വണ്ടികളുടെ സ്റ്റോക്ക് ഉണ്ടെന്ന് കാണിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഓഡിയുടെ A6 അവൈലബിൾ ആണ്. 2014 മോഡലാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുള്ളല്ല, ഫുള്ളിന് തൊട്ട് താഴെ റൂഫ് വരുന്നത്, സൺറൂഫ് വരുന്നുണ്ട്. 10,90,000 രൂപയാണ് ആസ്കിംഗ് റേറ്റ് വരുന്നത്. ഹരിയാന രജിസ്ട്രേഷനുള്ള വണ്ടി കേട്ടോ. അപ്പോൾ വണ്ടി നമ്പറൊക്കെ നിങ്ങൾക്ക് വിസിബിൾ ആവുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വണ്ടി നമ്പർ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എൻക്വയറി നടത്താൻ പറ്റും. ഓഡിയുടെ A6 തന്നെ 2013 മോഡലാണ്. ഡീസലാണ്. 7,90,000 രൂപ കേട്ടോ. 7,90,000 ഒരു A6 എടുക്കാൻ പറ്റും. സൺറൂഫ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബോഡി വൈസ് ആണെങ്കിൽ ഒന്നും ചെയ്യാനില്ല. നല്ല വൃത്തിൻ്റെ ഒരു പോളിഷ് ചെയ്താൽ മാത്രം മതി. നല്ലൊരു കിഡിലൻ ആഫ്റ്റർ മാർക്കറ്റ് അലോയും ഈ വാഹനത്തിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ ഈ ഒരു നമ്മുടെ നാട്ടിൽ കുറേ ആളുകൾ കല്യാണ പർപ്പസിനൊക്കെ വണ്ടികൾ വാടകയ്ക്ക് കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എടുക്കാൻ പറ്റും. കാരണം ചെറിയ ഓട്ടത്തിനൊക്കെ എടുക്കാൻ പറ്റും. 2013 ആണെങ്കിൽ പോലും ഇതൊന്നും ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ 2013 ആണോ എന്നൊന്നും മനസ്സിലാവില്ല. ഇത് ഫേസ് ലിഫ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ നോട്ടത്തിലൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ചെറിയ ഓട്ടത്തിനൊക്കെ ഇങ്ങനത്തെ കുറച്ച് മോഡൽ കുറഞ്ഞ വണ്ടികൾ എടുത്തിട്ട് ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതൊരു ഓഡി A6 തന്നെ വീണ്ടും കിടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽ എഴുതിയിട്ടില്ല. ഏതായാലും ഹരിയാന നമ്പർ തന്നെയാണ്. വൈറ്റ് കളർ തന്നെയാണ്. ഓൾമോസ്റ്റ് ഒറ്റ നോട്ടത്തിൽ കാണുന്ന സമയത്ത് വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല. വീണ്ടും A6. അപ്പോൾ A6 കുറേ എണ്ണമുണ്ടല്ലോ. ഇത് 2014 മോഡൽ തന്നെ 10,90,000 ചോദിക്കുന്നത്. 10,90,000 വേറെ വണ്ടിയുണ്ട്. ഇത് ഒരെണ്ണം കൂടി ഉണ്ട്. ഇതും വൈറ്റ് കളർ വണ്ടിയാണ്. ടയർ കുറച്ചൊരു കുറവാണ്. എന്നാൽ ബോഡി വൈസ് വേറെ ഒന്നും ചെയ്യാനില്ല. ക്യാരക്ടർ ലൈനൊക്കെ സെയിം ആണ്. ഈ ലക്ഷറി വണ്ടിയൊക്കെ എടുക്കാൻ വരുന്ന സമയത്ത് എഞ്ചിൻ ഭാഗങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം. കാരണം നമ്മളെ ടൊയോട്ട വണ്ടിയോ മാരുതി വണ്ടിയോ ഇപ്പോൾ എഞ്ചിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എക്സ്പെൻസ് വരുന്നതിന് ഒരു പരിധിയുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ നല്ല രീതിയിൽ എക്സ്പെൻസ് വരും. ചെറിയ വർക്കാണെങ്കിൽ പോലും നല്ല രീതിയിൽ എക്സ്പെൻസ് വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് എല്ലാം നോക്കിയിട്ട് മാത്രം വണ്ടി എടുക്കുക. വെറുതെ വില കേട്ടിട്ട് ചാടിക്കയറി എടുക്കരുത്. ഞാൻ ഇവിടുന്ന് കാണാറുണ്ട്. ഇവിടുന്ന് കർണാടകയിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ വണ്ടികൾ എടുക്കാറുണ്ട്. കർണാടക പീപ്പിൾസൊക്കെ വന്നു കഴിഞ്ഞാൽ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി അവരെന്ത് ചെയ്യും, വില പറയാൻ പോകും. ഇപ്പോൾ 10 ലക്ഷം ചോദിച്ച വണ്ടി ഉടനെ ഒരു 8 ലക്ഷം പറയും. പിന്നെ 9 ലക്ഷം ആക്കും. ഡീൽ ഉറപ്പിച്ച് പൈസയും കൊടുത്ത് വണ്ടി വാങ്ങിപ്പോവാം. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുതെന്ന് ഞാൻ പറയാറുണ്ട്. കുറേ പൈസ ഉള്ളവരൊക്കെ ചിലപ്പോൾ അങ്ങനെ ചെയ്യായിരിക്കും. പക്ഷേ നമ്മൾ നോറ്റായിരിക്കും ഒരു ലക്ഷറി വണ്ടി വാങ്ങുക. അതിനെന്തേ പണി കിട്ടിക്കഴിഞ്ഞാൽ മൂലക്കിടേണ്ട അവസ്ഥ വരാതിരിക്കട്ടെ. അപ്പോൾ അതിനെല്ലാ കാര്യങ്ങളും നോക്കുക. A6 തന്നെ 2014 മോഡലാണ്. ഇതും 10,90 തന്നെ. അപ്പോൾ ഇതൊരു ചോക്ലേറ്റ് കളറുള്ള വണ്ടിയാണ്. ഡൽഹി വണ്ടി കേട്ടോ. DL രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ്. ബോഡി വൈസ് ഒന്നും വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം നല്ല വൃത്തി ഈ ഒരു വാഹനത്തിൻ്റെ മുകളിലുണ്ട്. അടുത്തത് Audi A4 2013 മോഡലാണ്. 6,90,000 രൂപ. A4 എടുക്കാൻ ആഗ്രഹിക്കുന്നവർ സിൽവർ കളറാണ്. 6,90,000 വില വരുന്നത്. വണ്ടിയുടെ ക്വാളിറ്റി നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്തായാലും 6,90,000 രൂപ എന്ന് പറയുന്നത് നെഗോസിയേഷൻസൊക്കെ കീച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടി വില കുറയും. സൺറൂഫുള്ള Audi A4 നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഞെട്ടിക്കുന്നൊരു പ്രൈസ് തന്നെയാണ്. ഒരിക്കലും ഞാൻ പ്രൈസ് കേട്ടിട്ട് വന്ന് ചാടിക്കയറി എടുത്തോ എന്ന് ഞാൻ പറയാറില്ല. കാരണം വില കുറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് പോയിൻ്റ് ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പം മൊത്തത്തിൽ വില കുറവാണെങ്കിൽ ഓക്കെ, ആ ഷോറൂമിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയാം. പക്ഷേ ഈ ഒരു 6,90,000 2013 A4 ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല വണ്ടി കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ വന്ന് നോക്കുക, ചെക്ക് ചെയ്യുക. എന്നിട്ട് ഒരു പ്രോബ്ലം ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ വണ്ടി എടുക്കുക. ഇതിൽ ഡീറ്റെയിൽസ് ഇവിടെ എഴുതിയിട്ടില്ല. A6 ആണ്. A6 ആണ്. DL വണ്ടി കേട്ടോ. പിന്നെ അടുത്ത വീണ്ടും A6. ഇത് കുറച്ച് മോഡൽ കൂടി 2015 A6 കേട്ടോ. അതും A6 2015 തന്നെയാണ്. കാരണം ഈ ഒരു ബമ്പറിൻ്റെ ഈ ഒരു ഏരിയ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ഒരു ഗ്രില്ല് നോക്കിയാൽ മനസ്സിലാവും. 2015 മോഡലാണ്. 12,90,000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. 12,90,000 രൂപയ്ക്ക് നോക്കി 2015 മോഡലുള്ള A6 നിങ്ങൾക്ക് ഈ ഒരു ഹൈ സ്ട്രീറ്റ് കാശിന് എടുക്കാൻ പറ്റും. മെക്കാനിക്കലി മാത്രം നോക്കുക. ബോഡി വൈസ് ഒന്നും ഈ വണ്ടീൻ്റെ ഒന്നും നോക്കാനില്ല. കാരണം ഡെൻറ്റോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം നിലവിൽ ഒരു ഇഷ്യൂ ഇല്ല. ഒക്കെ ക്ലിയർ ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ എന്തായാലും ഡൽഹിയിലെ റോഡുകളിലൂടെ ഓടുന്ന വണ്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും ബമ്പർ കാര്യങ്ങൾ ഉരഞ്ഞിട്ടുണ്ടാകും. ബമ്പർ റീപ്ലേസ് ചെയ്തിട്ടുണ്ടാകും. അത് ചെയ്യാത്ത വണ്ടിയാണെങ്കിൽ മാത്രം നല്ലോണം ചെക്ക് ചെയ്തെടുക്കുക. എവിടെയാണ് എന്താ പറ്റിക്കുന്നുള്ളത്. എന്തായാലും ഉരഞ്ഞിട്ടുണ്ടാവും.
അപ്പോൾ ഈ വണ്ടിയുടെ മുകളിലൊന്നും ബോഡിയുടെ വൈസ് നിലവിൽ ഇപ്പോൾ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. അടുത്തത് വീണ്ടും A6 തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 6ാമത്തെ 7ാമത്തെ A6 ആണ്. ഇത് 2014 മോഡലാണ്. 10,90,000 രൂപയാണ് ഇവിടെ ചോദിക്കുന്ന റേറ്റ് കേട്ടോ. 10,90,000, 2014 മോഡൽ, 2015 മോഡൽ 12,90,000, ഇങ്ങനെയൊക്കെയാണ് വിലകൾ വരുന്നത്. പിന്നെ അടുത്ത ഒരു ബെൻലീൻ്റെ ഒരു വണ്ടിയുണ്ട്, പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. ഇത് അത് തന്നെ നൗഫൽ പറഞ്ഞാൽ തന്നെ ഇതെന്തായാലും വീട്ടിൽ കയറൂല, അപ്പോൾ അതുകൊണ്ട് ഇത് നോക്കേ വേണ്ട. ഇത് MN ആണ്. MN എന്ന് പറയുന്നത് ഇവിടുത്തെ രജിസ്ട്രേഷൻ ആണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഏതായാലും എനിക്ക് MN മേഘാലയ ആണെങ്കിൽ ML ആണ്, മണിപ്പൂരാണോ ഏതായാലും അറിയില്ല. അപ്പോൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും എഴുതാത്തതുകൊണ്ട് തന്നെ എനിക്ക് കാണാതെ പറയാനൊട്ടും അറിയാനില്ല. അപ്പോൾ ഏതായാലും വില കാര്യങ്ങൾ ഇയർ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അടുത്ത് വീണ്ടും ജാഗ്വാറിൻ്റെ ഒരു XJL ഉണ്ട്. അതായത് ജാഗ്വാറിൻ്റെ ബ്രാൻഡിനകത്ത് വരുന്ന ഏറ്റവും ലെങ്തിയസ്റ്റ് കാറാണ് XJL എന്ന് പറയുന്നത്. നമ്മുടെ ഓഡിക്കകത്ത് A8 വരുന്ന പോലെ തന്നെ ബെൻസിനകത്ത് 7 സീരീസ് വരുന്ന പോലെ തന്നെ ജാഗ്വാറിനകത്ത് XJL HR70 നല്ലൊരു കിടിലൻ വണ്ടി. 2013 മോഡലാണ്. 17,90,000 രൂപയാണ് ഈ ഒരു വാഹനത്തിന് ഇവിടെ ചോദിക്കുന്ന റേറ്റ്. അതായത് റോഡിലൂടെ ഓടുന്ന ഒരു കൊട്ടാരം എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്രയും ലക്ഷറിയാണ്. ഇപ്പോൾ ഫ്രണ്ട് സീറ്റാണെങ്കിലും ബാക്കത്തെ സീറ്റാണെങ്കിലും അത്രയും ലക്ഷറിയസ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഈ XJL എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയും അത്യാവശ്യം നല്ല രീതിയിലൊക്കെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ എന്തായാലും തീർച്ചയായിട്ടും വരും. പണി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടീനേക്കാളും കൂടുതൽ പൈസ ചിലപ്പോൾ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരാം. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് മാത്രം എടുക്കുക. ഇതൊന്നും പിന്നെ തീർച്ചയായിട്ടും നോർമൽ പർപ്പസുള്ള ആളുകൾ എടുക്കില്ല. അപ്പോൾ ഇതിൻ്റേതായ ആവശ്യങ്ങൾക്ക് ഉള്ള ആളുകൾ മാത്രമേ ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ എടുക്കുകയുള്ളൂ. 730 LD ഇവിടെ അവൈലബിൾ ആട്ടോ. 2016 മോഡൽ, പുതിയ ഷേപ്പാണ്. 39,90,000 രൂപയാട്ടോ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ കാണിച്ചതിൽ ഏറ്റവും വില കൂടിയ വണ്ടിയാണിത്. കാരണം 2016 730 LD ആണ്. 39,90, ബ്ലാക്ക് കളറാണ്. HR26 വരുന്ന വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. ഇത് ബ്ലാക്ക് ആണോ ഡാർക്ക് ബ്ലൂ ആണോ എന്ന് കളർ എനിക്ക് രാത്രി മനസ്സിലാവുന്നില്ല. ഏതായാലും നമ്പർ കാര്യങ്ങളൊക്കെ HR26 DA0396 ആണ് നമ്പർ വരുന്നത്. 39,90 ആസ്കിങ് റേറ്റ് വരുന്നത് കേട്ടോ. 730 LD പുതിയ ഷേപ്പിലുള്ള 2016 വണ്ടി. ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ ഒറിജിനൽ തന്നെ കേട്ടോ. അതിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, ഒന്നും മാറിയിട്ടില്ല. നല്ലൊരു കിടിലൻ അലോയ് ഉണ്ട് വണ്ടീൻ്റെ മുകളിൽ. ഇനി നമുക്ക് അടുത്തത് ഓഡിയുടെ A8 അല്ലേ. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരത്തെ XJL കണ്ടു, ലെങ്തിയസ്റ്റ് കാർ. BMൻ്റെ 730 കണ്ടു, ലെങ്തിയസ്റ്റ് കാർ. അടുത്ത ഓഡിയുടെ ലെങ്തിയസ്റ്റ് കാർ A8 ഇത് അവിടെ ഉണ്ട്. 2011 മോഡൽ പെട്രോൾ വണ്ടിയാണ്. 11,90,000 രൂപയാണ് ചോദിക്കുന്നത്. ഇത് ഡാർക്ക് ബ്ലൂ കളറുള്ള വണ്ടി, ഡൽഹി രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. അപ്പോൾ ഒരു 11,90 മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു A8 എടുക്കാൻ പറ്റും. ഇതും വൺ ഓഫ് ദ എന്താ പറയുക ലക്ഷറി, അത് തന്നെ പറയാം, ഓഡിയുടെ ലക്ഷറി കാറാണ് ഈ കിടക്കുന്നത്. പിന്നെ അടുത്ത് നമുക്ക് GL 200 ഉണ്ട്. ഇപ്പം നമ്മൾ മലയാളീസ് കൂടുതലും ഈ ഒരു വാഹനം ചൂസ് ചെയ്യാറുണ്ട്. കാരണം കോമ്പാക്റ്റ് SUV ആണ്. ബെൻസിനകത്ത് വരുന്ന കോമ്പാക്റ്റ് ഏറ്റവും ചെറിയ ഒരു SUV സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടിയാണ് ഈ GL 200 എന്ന് പറയുന്നത്. 2015 മോഡലാണ്. 14,90,000 രൂപയാണ് ചോദിക്കുന്നത്. നല്ലൊരു റെഡ് കളറിലുള്ള ഒരു കിടിലൻ വണ്ടിയാട്ടത്. അപ്പോൾ ഇതിൻ്റെ റെഡും ഒരു ബ്രൗണും വൈറ്റും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. GL 200D കുറേ ആളുകൾ ഈ വണ്ടിക്കൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് തന്നെ ഒരു വൈറ്റ് ഇതാ, പക്ഷേ ഡീറ്റെയിൽ ഇവിടെ എഴുതിയിട്ടില്ല. ഈ ഒരു വൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇതിൻ്റെ ഗ്രില്ലൊക്കെ മാറിയിട്ടുണ്ടല്ലോ. ഇത് 2015 മോഡലാണ്. 15,90 ആട്ടോ ചോദിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 15-16 ഇയറിലുള്ള GL 200D ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 15 ലക്ഷം രൂപ ആ റേഞ്ചിലാണ് വില കോമൺലി ഈ ഒരു ഡൽഹിയിൽ വരുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ മുകളിൽ ഒരു നെഗോസിയേഷൻസും ഉണ്ടാവും. 2-3 SUV സെഗ്മെൻറ്റ്, അതായത് MPV സെഗ്മെൻറ്റ് എന്ന് പറയാം, MPV SUV ഒക്കെ പറയാം. ഇപ്പോൾ ഈ ഒരു ലക്ഷറി സെഗ്മെൻറ്റിൽ SUVനെ കയറിയിട്ട് MPV എന്ന് വിളിച്ചാൽ ശരിയാവില്ലല്ലോ. ഏതായാലും GL 350 ബെൻസിൻ്റെ 7 സീറ്റർ വണ്ടി, 20,90,000 രൂപ, 2013 വണ്ടി, 7 പേർക്ക് പോകാൻ പറ്റുന്ന ബെൻസിൻ്റെ ലക്ഷറി ഡൽഹി രജിസ്ട്രേഷനുള്ള വണ്ടി കേട്ടോ അത്. ഇപ്പോൾ 20,90 ആസ്കിങ് റേറ്റ് വരുന്നത്. അടുത്തത് റേഞ്ച് റോവറിൻ്റെ സ്പോർട്സ് ഉണ്ട്, ഓൾഡ് ഷേപ്പിലുള്ള വണ്ടി, 2009 പെട്രോൾ വണ്ടി, 16,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഒരു ഗ്രേ കളറുള്ള നല്ലൊരു കിടിലൻ വണ്ടി കേട്ടത്. 16,90 2009 പെട്രോൾ റേഞ്ച് റോവർ സ്പോർട്ട് എടുക്കാൻ പറ്റും. നമുക്ക് ഏതായാലും ഈ ഒരു 2 വണ്ടിയും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. BMW X5 ആണ്, പുതിയ ഷേപ്പാണ്, 2015, 20,90 ആട്ടോ ചോദിക്കുന്നത്. ഗ്രില്ല് കാര്യങ്ങൾ, ഹെഡ് ലാമ്പ്, ബമ്പർ കാര്യങ്ങളൊക്കെ ചേഞ്ച് വരും. അതുപോലെ തന്നെ ബോണറ്റിനകത്ത് ഈ ലൈൻസും കാര്യങ്ങളൊക്കെ ചേഞ്ച് വരും പുതിയ ഷേപ്പിനകത്ത്. ഏതായാലും 20,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2015 X5 നിങ്ങൾക്ക് ഹൈ സ്ട്രീറ്റ് കാഴ്ച എടുക്കാൻ പറ്റും. ഇനി ഒരു പോർഷെ കായൻ കൂടി ഇവിടെ ഉണ്ട്, നമുക്കതും കൂടി പറഞ്ഞിട്ട് ഏതായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പോർഷെ കായൻ 2011 മോഡൽ പെട്രോളാണ്, 17,90 ആസ്കിങ് റേറ്റ് വരുന്നത്. സൺറൂഫൊക്കെ വരുന്ന മോഡൽ കേട്ടത്. ഡൽഹി രജിസ്ട്രേഷനുള്ള വണ്ടി തന്നെയാണ്.
ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ ഇനി ഇവിടെ കുറേ വണ്ടികളുണ്ട്. BMൻ്റെ തന്നെ സെഡാൻ ടൈപ്പ് അവിടെ കിടക്കുന്നുണ്ട്. GL350 ML ഉണ്ട്. ML350 അവൈലബിൾ ആണ്. ML250 ആ സൈഡിലേക്കുണ്ട്. നമ്മൾ ആ ഒരു SUV സെഗ്മെൻറ്റിലേക്ക് പോയിട്ടില്ല. ആ സൈഡിലും കുറേ വണ്ടികളുണ്ട്. അപ്പോൾ അവിടേക്ക് ML250 ഉണ്ട്, 350 ഒക്കെ കുറേ വണ്ടികൾ അവൈലബിൾ ആണ്. ഏതായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ. വെളിച്ചം കുറഞ്ഞു, നല്ല രാത്രിയായിട്ടുണ്ട്. ഡൽഹി വസന്തകുഞ്ചിലാണ് ഹൈ സ്ട്രീറ്റ് കാർസിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടാം. എന്തെങ്കിലും സപ്പോർട്ടോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിന് മുന്നേ ഒക്കെ കുറേ വീഡിയോക്കകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഈ വീഡിയോക്കകത്ത് ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ വില കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. അതൊക്കെ ഷോറൂമിൽ തന്നെ ബന്ധപ്പെടുക. വണ്ടികളുടെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അവിടെ തന്നെ ബന്ധപ്പെടുക. അതിനുശേഷം എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളൊക്കെ സപ്പോർട്ടോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഏതായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് പുതിയൊരു ഷോറൂമായിട്ട് ഉടൻ തന്നെ കാണാം. ബൈ.